ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ലോയിങ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എവിടെ പോയിരുന്നു എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ എന്താ പറയുക, ഇവിടെ യു കെയിൽ ഇപ്പം തണുപ്പൊന്നും അല്ല കേട്ടോ, തണുപ്പൊക്കെ മാറി വരുന്നു. പക്ഷെ ഞാനിതിപ്പോൾ ഇട്ടേക്കുന്നത് ജസ്റ്റ് ഒരു ഇച്ചിരി തണുപ്പ് തോന്നിയോണ്ട് ഇട്ടതാണ്. ചില ദിവസങ്ങൾ അങ്ങനെ വരുമല്ലോ, തണുപ്പ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ എന്നാലും ഇന്നിപ്പം വെതറൊക്കെ നല്ലതാണ്. പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിലും വലിയ ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയ ഹാപ്പി വ്ളോഗായിട്ടൊന്നും അല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. സെയിലിന് ഉറക്കമായതുകൊണ്ട് ഇപ്പം ഇവിടെ ഉച്ചയ്ക്ക് 2 മണിയായി കേട്ടോ. അല്ല സോറി, 2 മണി പോട്ടെ, 3 മണിയായി നിൽക്കുവാണ്. 3-3:15. അപ്പം ഉച്ച സമയത്ത് അവളൊരു ചെറിയ നാപ്പ് ടൈമുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്റ്റർബ് ചെയ്താൽ ശരിയല്ലല്ലോ. അപ്പോൾ അവളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു എന്താ പറയുന്നത്, ഒരു ഹാപ്പി വ്ളോഗൊന്നുമല്ല കേട്ടോ. ഒരു സുഖമില്ലാത്ത വ്ളോഗാണ്. ബേസിക്കലി നാളെ എന്താ പറയുന്നത്, ഒരു ലോങ് മെറ്റേണിറ്റി ലീവിന് ശേഷം ഞാൻ തിരിച്ച് ജോലിക്ക് കയറുകയാണ്. ടുമോറോ ഇറ്റ്സ് April 1st. അപ്പം April 1st തൊട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസിൽ കൂടെയാണ് ഞാനിപ്പം പോകുന്നത് കേട്ടോ. ഇത്രയും നാളും നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു 1 വീക്ക് ഓഫ് ആനുവൽ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്യൂട്ടി കയറുമ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. അത് ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ അതിലും എനിക്കൊരു പ്രശ്നം വരുന്നത് സെയിലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഞങ്ങളിപ്പം ഫോർ ടൈം ബീയിങ് ഓൾട്ടർനേറ്റ് ഷിഫ്റ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം എനിക്കറിയാം അവൾ സേഫാണ് വിത്ത് ജോബി. പക്ഷേ എന്നാലും ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ പറയുന്നത്, 12 hours ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അവളിപ്പം 10 മാസമായി. ഞാൻ 10 months ഓഫ് മെറ്റേണിറ്റി പ്ലസ് ആനുവൽ ലീവാണ് എടുത്തിരുന്നത്. അപ്പം ഓൾ ടുഗെദർ 10 monthsന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്ന 12 hours മാറി നിൽക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കിറ്റൊക്കെ എന്ന് പറയുമ്പോൾ 5-6 hours കിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങി വരുമായിരുന്നു. അപ്പം അതാണ് എനിക്കൊരു ടെൻഷൻ വരുന്ന ഒരു മെയിൻ ഫാക്ടർ കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ നാളെ തൊട്ട് തിരിച്ച് തിയേറ്ററിലേക്കാണ് പോകുന്നത്. പ്രാക്ടീസ് എഡ്യൂക്കേറ്ററിൻ്റെ ജോബ് ആക്ച്വലി ഒരു 2 years സെക്കോൺമെൻറ്റ് ജോബായിരുന്നു. അപ്പം ആ ഒരു 2 years കഴിഞ്ഞു. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ജോബിന് അപ്ലൈ ചെയ്തത്, നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ജസ്റ്റ് ഫോർ എ 2 year പീരിയഡ്. അപ്പം ആ ഒരു 2 year പീരിയഡ് കഴിഞ്ഞു. ആൻഡ് എന്താ പറയുന്നത്, തിരിച്ചപ്പം നാളെ തൊട്ട് തിയേറ്ററിലേക്കാണ് കയറുന്നത്. അപ്പം അതും ഒരു വലിയ കൺസേണിങ് ഫാക്ടറാണ്. തിയേറ്ററിലോട്ട് തിരിച്ചു പോകാമെന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു സ്കിൽസൊക്കെ നമ്മളിനി ബ്രഷ് ചെയ്തെടുക്കണം, വിച്ച് ഇസ് നോട്ട് റിയലി ഈസി. അത് സമയം പിടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സർജൻസിന് പ്രിഫറൻസസ് അറിയണം, സർജറീസ് പഠിക്കണം, ഇൻസ്ട്രുമെൻസും മെഷീൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ അതൊക്കെ പഠിച്ചെടുക്കണം ഇനി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. സോ എന്താ പറയുക, അങ്ങനെ നാളെ April 1st എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാണ്. ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷനാണ് കേട്ടോ. പക്ഷേ ഐ തിങ്ക് അതൊരു സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പം തിയേറ്റർ ആകുമ്പോൾ എനിക്ക് രാവിലെ 8 o'clockനാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പം ഇവിടുന്ന് 15 minute നടന്നാൽ മതി. എന്നാലും ഒരു കുറച്ചും കൂടി മുന്നേ പോകണം. എന്നാലേ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് പോയി അവിടെ ചെന്ന് സ്ക്രബിലോട്ട് മാറണം. എന്നിട്ട് വേണം ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ഫെമിലറൈസ്ഡ് ആയതാണ്. കിറ്റിന് പോയപ്പോൾ തന്നെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 10 ദിവസവും ചെയ്തു കേട്ടോ. അപ്പോൾ ആ 10 ദിവസവും അവളൊരു 5-6 മണിക്കൂർ, ആദ്യത്തെ എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങൾ ഞാനൊരു 6 to 7 hours വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമല്ല ഞാൻ 5 to 6 hours ഷിഫ്റ്റ്സ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ ഇന്നും നാളെയുമായിട്ട് ഉള്ള കുറച്ച് കാഴ്ചകളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു വ്ളോഗ് ഒരുപാട് പേരൻസിന് റിലേറ്റബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെതർ വൈസ് നല്ല അടിപൊളി കാലാവസ്ഥ തുടങ്ങാൻ പോവുകയാണല്ലോ, സമ്മറല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആശ്വാസമുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെട്ടയിലും ഉണ്ട്. കിറ്റിന് പോയ ദിവസങ്ങളൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര തണുത്ത് തെറിച്ചാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഫോണൊക്കെ കൈ പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്.
നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മീൽ പ്ലാനിങ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇച്ചിരി കട്ട്ലറ്റും കൂടി സെറ്റപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്യൂന ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇത് പ്രോപ്പർലി ഫ്രൈ ചെയ്ത് ഇപ്പം കഴിക്കാനല്ല, നമുക്ക് ആവശ്യം അനുസരിച്ച് വേണ്ടിയപ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കട്ട്ലറ്റ് എല്ലാം പ്രോപ്പർലി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി, എന്നിട്ട് അതിനെ എഗ് വൈറ്റിൽ മുക്കി നമ്മൾ കോട്ടിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 5 എണ്ണം വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ലെയറായിട്ട് സ്റ്റാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ലെയറിലും നമ്മൾ ഒരു സെപ്പറേറ്റ് ഷീറ്റ് വെച്ചിട്ട് വേണം സ്റ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് ആവശ്യം അനുസരിച്ച് നമുക്കത് വെളിയിലോട്ടെടുത്ത് ആ ഒരു ലെയർ മാത്രം വെളിയിലോട്ടെടുക്കുക, ഫ്രൈ ചെയ്ത് കഴിക്കുക. അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നാളെ തൊട്ട്, ദാറ്റ് ഈസ് ഇന്ന് ജോബില്ല, നാളെ ഞാനില്ല. അപ്പം നമ്മുടെ ഫ്രീസറിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളെ കാണിച്ചതുപോലെ കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ മറന്നു പോകും അല്ലേ ഫ്രീസറിൽ എന്തോ ഉള്ളതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാര്യം പോലും നമ്മൾ വിട്ടുപോയെന്നിരിക്കും, കുഞ്ഞിൻ്റെ ഒക്കെ പുറകെ ഓടി. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിൽ ഇങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്യും ഫ്രീസറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളത്, ലൈക്ക് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഫ്രിഡ്ജ് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലേ ജോബി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന്. നമ്മളൊന്നും കഴിക്കാതെ മിസ് ഔട്ടും ആവത്തില്ല, ഫുഡും വേസ്റ്റ് ആവത്തില്ല. അങ്ങനെ അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു നമ്മുടെ ഡേറ്റ് ആണ് എഴുതുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇതെന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പം ഡേറ്റ് റെഡി. അടുത്തത് ഫ്രിഡ്ജിൻ്റെ അകത്ത്, ഫ്രിഡ്ജിൻ്റെ സ്പെല്ലിങ് ഓക്കെ, ഫ്രിഡ്ജിൻ്റെ അകത്ത്, പിന്നെ ഫ്രീസറിൻ്റെ അകത്ത്. സോ ഫസ്റ്റ് തിങ് നമുക്ക് റൈസ് ഉണ്ട്, മോരുകറിയുണ്ട്, ദെൻ വി ഹാവ് സം ബീഫ് ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം തേങ്ങയിട്ട് വറുത്തരച്ചൊരു ബീഫിൻ്റെ കൂട്ടാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുണ്ട്, അത് ഫ്രിഡ്ജിലോട്ടിപ്പം പോകും. അപ്പോൾ അതുണ്ട്. പിന്നെ പൊട്ടാറ്റോ തോരനുണ്ട്. സോ ദാറ്റ്സ് മോർ ദൻ ഇനഫ്. ഓക്കെ, ഫ്രീസറിൻ്റെ അകത്ത് ട്യൂന കട്ട്ലറ്റ്സ് ഉണ്ട്, റെഡി ടു ഫ്രൈ. പിന്നെ ഞാൻ ബീഫ് ആക്ച്വലി ഞാൻ വേറൊരു സ്ഥലത്തിൽ നിന്ന് പ്രതിവച്ചിട്ടുണ്ടാക്കി, നോർത്ത് അലേർട്ടൻ എന്ന് പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് മാറി അങ്ങോട്ടൊരു സ്ഥലമുണ്ട്, അവിടെ പോയി എന്താ പറയുക ബീഫ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 kg ഉണ്ടായിരുന്നു. അപ്പോൾ 2 kg നമ്മൾ കുക്ക് ചെയ്തു. അപ്പോൾ കുക്ക്ഡ് ബീഫുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് കറി വറുത്തരച്ച ബീഫ് കഴിയുമ്പോൾ ആ ബീഫ് ഉലർത്തിയതുണ്ട്. ആ ബീഫിനെ എന്നിട്ട് നമുക്ക് കറിയോ അല്ലെങ്കിൽ വഴറ്റിയെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇത് കാണുമ്പോൾ എനിക്കും ഒരു ഐഡിയ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാൻ. ഇനി ഞാൻ ഇത് ഇവിടോട്ടങ്ങ് സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഈസിയാണ്. ദാറ്റ് ഈസ് ജോബ് ഇവിടെ വരുമ്പം ഇത് കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന്, എന്നിട്ട് അതനുസരിച്ച് കഴിച്ചോളും ആൾ. ഞാനുണ്ടല്ലോ ഈ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും പ്ലാനിങ് ഒന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്യേണ്ടി വന്നിട്ടുമില്ല. ലൈക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ഡ്യൂട്ടി കഴിയുക, തിരിച്ചു വരിക, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല. ഇപ്പം സേ ഉള്ളതുകൊണ്ട് അവൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം സോർട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് 12 hours ആണ്. അപ്പോൾ ഈ 12 hours ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. പിന്നെ എനിക്കൊരു ഹാഫ് ആൻ അവർ ലഞ്ച് ബ്രേക്കും ഉണ്ട്, ഈവനിങ്ങിലും ഒരു ബ്രേക്ക് വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടീ ടൈമും വരും. ടീ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ടീ ബ്രേക്ക് പോലെ. അപ്പോൾ അത് രണ്ടും 15 minutes ഒക്കെ വരത്തുള്ളേ. ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ് ആണ് എടുക്കുന്നത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചില്ലേ ബീഫിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അതും ചോറും അതൊക്കെ എല്ലാം രാത്രിയാകുമ്പം ഞാൻ സോർട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റും. പിന്നെ ഞങ്ങൾ സ്നാക്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച സത്യം പറഞ്ഞാൽ നമ്മൾ ലീഡ്സിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ലീഡ്സ് കോണ്ടിനെൻ്റൽ ഏഷ്യൻ സ്റ്റോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നല്ല ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്കിനി അവിടെ വരെ പോകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം അവിടെ ചെന്ന് നമ്മുടെ ചെറുപയറും വൻപയറും അങ്ങനെ വലിയ എമൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് സ്നാക്ക് ഐറ്റംസും ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിയിൽ. ഓക്കെ, ഇത് കണ്ടോ ഇവിടെ കിടക്കുന്നത് എങ്ങനെയാണ്,
ആൾ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഞാനെടുത്ത് പറക്കി വെക്കണം. പറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ എണീച്ച് വരും. പിന്നെ ഇതുപോലെ തന്നെ മൊത്തം ഔട്ട്സൈഡ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അതുകൊണ്ട് സമയമൊന്നും ഇല്ല ഗൈസ്, അതാണ് സത്യാവസ്ഥ. നമ്മുടെ അടുത്തുള്ള മലയാളിക്കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാല് മേടിക്കാൻ വേണ്ടി വന്ന, അപ്പോൾ ദേ പാലും തേങ്ങാപ്പീരയും മേടിച്ചിട്ടുണ്ട്. തിരിച്ചിനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ ചെറി ബ്ലോസംസ് ഒക്കെ വന്നു തുടങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്, എന്നാ ഉണ്ട് വിശേഷം? അങ്ങനെ ഇന്ന് April 1st ആണ്. ഞാൻ ഡ്യൂട്ടിക്ക് ഇതേ റെഡി ആയിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 7:20 ആയി, 20 കഴിഞ്ഞു. അപ്പം 8 o'clock ഉള്ളൂ ഷിഫ്റ്റ്. എന്നാലും ഞാൻ പയ്യെ, നമുക്കിവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 15 minutes പിടിക്കും, 15-20 minutes പിടിക്കും പയ്യെ നടന്നാൽ. പെട്ടെന്ന് നടന്ന് 15 minutesനകത്ത് ഹോസ്പിറ്റലിലെത്തും. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ അല്ലേ, ലാസ്റ്റിൽ ഇറങ്ങാതെ ആദ്യമേ അങ്ങ് ഇറങ്ങിയാൽ അവിടെ ചെന്ന് എനിക്ക് സ്ക്രബിലോട്ട് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ പറയുന്ന നമ്മളെല്ലാവരെയും ഒന്ന് കണ്ട് ഒന്ന് വാർമിംഗ് അപ്പ് സെഷൻ പോലെ ഒന്ന് നമ്മുടെ മനസ്സും എല്ലാം ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പം അതാണ് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താ പറയുന്നത്, അപ്പം പോകുന്ന വേ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. നല്ല ബ്രൈറ്റ് ഡേ കേട്ടോ, ഈ ആഴ്ച നല്ല ബ്രൈറ്റാണ്. നല്ല സണ്ണി വെതറാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പം 2 degrees എന്തോ ആണ് പുറത്തെങ്കിലും പിന്നീട് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് 10, 11, 12 അങ്ങനെയൊക്കെ ആയി മാറും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ സെയിലിന് എണീറ്റ് കൂടെ ആകെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അവളും എണീറ്റ് കൂടെ തന്നെ. പിന്നെ അവളെ ഒന്ന് സെറ്റിൽ ചെയ്തു, ഉറക്കി. അവളിപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരി അറിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അവളെ വെച്ചിട്ട്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ചായ മാത്രമേ കുടിച്ചുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും അതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ. ഞാനാണെങ്കിൽ ഓവർനൈറ്റ് ഓട്സൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോയി പാല് വരെ മേടിച്ച, പക്ഷേ ഞാൻ വിട്ടുപോയി. ജോബിക്ക് ഡ്യൂട്ടിയും കൂടി ആയിരുന്നുകൊണ്ട് വിട്ടുപോയി മൊത്തത്തിൽ. പിന്നെ രാവിലെ ഞാൻ കോൺഫ്ലെക്സ് എടുത്തു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വില്ലോ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂള്. അതൊരു പ്രൈമറി സ്കൂളാണ്. അപ്പം ഇവിടെയുള്ള ഒത്തിരി പിള്ളേർ, ഇവിടെ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, ലൈക്ക് പ്രൈമറിയും സെക്കൻഡറിയും. പക്ഷേ അതിൽ വൺ ഓഫ് അവർ വെരി കോമൺ ആൻഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സ്കൂളാണ് വില്ലോ ട്രീ. അതിൻ്റെ കാണിച്ചു തരാം. അതാണ് സംഭവം, നമ്മുടെ ചർച്ച്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തിയേറ്ററിലോട്ടൊരു 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇച്ചിരി എന്താ പറയുക ടെൻഷനും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ. ഇവിടെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് UK വന്നപ്പം ആദ്യത്തെ 3 മാസം താമസിച്ചത്. ഞാൻ കിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇതിനു മുന്നേ, ഞാൻ 10 days കിറ്റ് ചെയ്തിരുന്നു. ആ 10 daysഉം നമ്മുടെ ആ 10 daysലും നമ്മുടെ സ്റ്റാറ്റുറ്ററി മെറ്റേണിറ്റി പേ അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കിറ്റ് ചെയ്ത ദിവസങ്ങളുടെ സ്റ്റാറ്റുറ്ററി മെറ്റേണിറ്റി പേ എൻ്റെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തെന്ന് കാണിക്കുന്ന പോലെ. എനിവേസ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കിറ്റ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റി. നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് കാണാൻ പറ്റി. നമുക്കൊന്ന് ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒത്തിരി പുതിയ സ്റ്റാഫുകൾ വന്നു. അപ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ലൈക്ക് നമുക്ക് ആരെയും അറിയത്തില്ലാത്ത പോലെ. അറിയാം, കുറേ പേരുണ്ട് അറിയുന്നവരെ, പക്ഷേ എന്നാലും നമുക്കൊരു എന്താ പറയുന്നത്, ഒരു മാറ്റം തന്നെയാണല്ലോ.
എനിവേസ് നമുക്ക് നോക്കാം എങ്ങനെയായി തീരുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്താറായി വരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫേസ് കാണിക്കാതെ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എന്നതിന് ശേഷം എന്നിട്ട് ഞാൻ ഈ പറയുന്ന നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെ പോയി എൻ്റെ ഷിഫ്റ്റ്. ഓക്കെ, മറ്റേ പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ബാക്ക് എൻട്രൻസിൽ കൂടെ ആയിരുന്നു കയറുന്നത്. ഇപ്പോൾ ഇവിടോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് കയറുന്നത്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞതേ ഇന്നിപ്പോൾ രാത്രി 7:45 കഴിഞ്ഞു. 7:50 ആയി. 8 o'clock വൈകിട്ട് 8 o'clock വരെ ആയിരുന്നു ഷിഫ്റ്റ്. അപ്പം ഹഡൽ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. വലിയ പ്രയാസമൊന്നും ഇല്ലാതെ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കിട്ടി. പിന്നെ ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ അവരെനിക്ക് സൂപ്പർ ന്യൂമറിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമുണ്ട്. പിന്നെ ഷിഫ്റ്റിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സ്പെഷ്യലി കോഫി റൂമിൽ കഴിക്കാനൊക്കെ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും ആളുണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞ്. ആ കിടക്കുന്ന കാറ് നമ്മുടെ കാറാണേ. കുഞ്ഞും ജോബിയും വന്നിട്ടുണ്ട് എന്നെ കളക്ട് ചെയ്യാനായിട്ട്. കുഞ്ഞെന്തായിരുന്നു എങ്ങനെയായിരുന്നു ഫുൾ ടൈം എനിക്ക് അതായിരുന്നു മെയിൻലി ചിന്ത. എനിവേസ് അവൾ ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എന്നെ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Until then, take care, God bless and bye.